കോഴിക്കോട് 6.5 വർഷം മുൻപ് കാണാതായ യുവാവിനെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിന്റെ തിരോധാന കേസിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. ഒപ്പമിരുന്ന് ലഹരി ഉപയോഗിക്കുന്നതിനിടെ മരിച്ച വിജിലിനെ ചതുപ്പിൽ താഴ്ത്തിയെന്ന് സുഹൃത്തുക്കൾ പോലീസിനോട് സമ്മതിച്ചു. സംഭവത്തിൽ പ്രതികളായ 2 സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തു. ഒരാൾ ഒളിവിലാണ്. മാർച്ച് 24 വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശിയായ വിജിലിനെ കാണാതാകുന്നത്. തുടർന്ന് തിരോധാനത്തിന് കേസെടുത്ത എലത്തൂർ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് സമീപകാലത്ത് സ്റ്റേഷനിൽ ചാർജെടുത്ത പോലീസ് ഇൻസ്പെക്ടർ KR രഞ്ജിത്ത് സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണദാസിന്റെ നിർദ്ദേശപ്രകാരം ഈ കേസിൽ തുടരന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യുന്നു. അവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തുന്നു. തുടർന്ന് കേസിലെ 1-ാം പ്രതി നിഖിലിനെ ബംഗളൂരുവിൽ നിന്നും 3-ാം പ്രതി ദീപേഷിനെ ചോദ്യം ചെയ്യലിനിടെയും കസ്റ്റഡിയിലെടുക്കുന്നു. മരിച്ച വിജിലും മറ്റു 3 സുഹൃത്തുക്കളും ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഞങ്ങളിത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് മർഡർ എന്ന് പറഞ്ഞുള്ള സെക്ഷനിലാണ് കേസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ആംഗിൾ വരുവാണെങ്കിൽ അത് സെക്ഷൻ ആൾട്ടർ ചെയ്യും. ഇതിനു മുമ്പുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു, ഞാനും ചോദ്യം ചെയ്തിരുന്നു. അത് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. ഇവരെല്ലാം ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു. ഇന്ന് കൊടുക്കുന്നുണ്ട്. കസ്റ്റഡി വാങ്ങിയതിന് ശേഷം ബാക്കി അന്വേഷണം തുടരും. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: മരിച്ച വിജിലും സുഹൃത്തുക്കളായ നിഖിലും രഞ്ജിത്തും ദീപേഷും ഒരുമിച്ചിരുന്ന് ആദ്യം മദ്യപിക്കുന്നു. അതിനിടെ ബ്രൗൺ ഷുഗർ 1-ാം പ്രതി നിഖിൽ വിജിലിന്റെ ശരീരത്തിൽ കുത്തിവെക്കുന്നു. അളവിൽ കവിഞ്ഞ ലഹരി ശരീരത്തിൽ ചെന്നതോടെ വിജിൽ അബോധാവസ്ഥയിലായി. മരിച്ചെന്ന് കണക്കുകൂട്ടിയ 3 പ്രതികളും വിജിലിന്റെ ശരീരത്തിൽ കല്ലുകെട്ടി ചതുപ്പിൽ താഴ്ത്തി. 2-ാം പ്രതി രഞ്ജിത്ത് ഇപ്പോഴും ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി. നിലവിൽ അറസ്റ്റിലായ പ്രതികളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.